വില്ലനായി വന്ന് മലയാളികളുടെ ആക്ഷൻ ഹീറോയായി ഒടുവിൽ ജനമനസ്സുകൾ കീഴടക്കിയ ജനസേവകനായി മാറിയ സുരേഷ് ഗോപി. സിനിമയിലും ജീവിതത്തിലും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ആ അതുല്യ പ്രതിഭയ്ക്ക് ഇന്ന് 68ാം പിറന്നാൾ. ഇന്ന് മലയാളം ആഘോഷിക്കുന്നത് ഒരു നടന്റെ പിറന്നാൾ മാത്രമല്ല, ഒരു പോരാളിയുടെ കൂടിയാണ്. തുടക്കം ചെറിയ വില്ലൻ വേഷങ്ങളിൽ, എന്നാൽ കഴിവിനെ ആർക്കും തളയ്ക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇന്നലെ, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളിലൂടെ താൻ വെറുമൊരു നടനല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ യഥാർത്ഥ മാറ്റം സംഭവിച്ചത് ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലാണ്. തലസ്ഥാനം, ഏകലവ്യൻ തുടങ്ങിയ ചിത്രങ്ങൾ സുരേഷ് ഗോപി എന്ന താരത്തെ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി. കമ്മീഷണർ എന്ന സിനിമയിലെ ഓരോ ഡയലോഗും ഇന്നും പുതുതലമുറയ്ക്ക് ആവേശം പകരുന്നതാണ്. ശബ്ദത്തിന്റെ ഗാംഭീര്യവും അഭിനയത്തിലെ തീക്ഷ്ണതയും കൊണ്ട് അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. കളിയാട്ടം പോലുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിലെ മികച്ച നടനെ പ്രേക്ഷകർക്ക് വീണ്ടും ഓർമ്മിപ്പിച്ചു. 2016 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. 2016 മുതൽ 2022 വരെ രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു. തൃശൂരിലെ പരാജയങ്ങൾ അദ്ദേഹത്തെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കി. തൃശൂർ എനിക്ക് വേണം, നിങ്ങൾ എനിക്ക് തരണം, തൃശൂരിനെ ഞാനിങ്ങ് എടുക്കുക. ഈ വാചകം തൃശൂരിലെ തെരുവുകളിൽ അലയടിച്ചു. ആ വാചകം കൊച്ചുകുട്ടികൾ വരെ ഏറ്റുചൊല്ലി. 2021 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം. സംസ്ഥാനത്ത് നിന്ന് BJP ടിക്കറ്റിൽ ജയിച്ചു കയറി ലോക്സഭയിലെത്തിയ ആദ്യത്തെ സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിസ്ഥാനം തേടിയെത്തിയപ്പോൾ അത് അദ്ദേഹത്തിന്റെ വർഷങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിനുള്ള അംഗീകാരമായി മാറി. റീലിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് എത്തിയ ഈ നായകനിപ്പോൾ പയറ്റിത്തെളിയുന്നത് രാഷ്ട്രീയത്തിന്റെ കടുത്ത ഗോതയിലാണ്. സിനിമയിലും ഭരണത്തിലും ഒരേപോലെ തിളങ്ങുന്ന സുരേഷ് ഗോപിക്ക് 1000 ജന്മദിനാശംസകൾ. മലയാളിയുടെ സ്വന്തം ആക്ഷൻ കിങ് കൂടുതൽ ജനസേവനത്തിനായി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ.